നമുക്ക് ICD ചാപ്റ്റർ 14 ജെനൈറ്റോ യൂറിനറി എൻകോഡുകളുടെ ഗൈഡ് ലൈൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ CKD ആണ് കോഡ് ചെയ്യാനുള്ളത്. CKD സ്റ്റേജുകൾ മൊത്തം 1 മുതൽ 6 വരെ. 6 എന്ന് പറയുമ്പോൾ 5 സ്റ്റേജും 6ാമത്തതിനെ ESRD എന്നാണ് നമ്മൾ പറയുക, എൻഡ് സ്റ്റേജ് റെനൽ ഡിസീസ് എന്ന്. അപ്പോൾ ഈ സ്റ്റേജുകൾക്കാണ് നമുക്ക് കോഡുകളുള്ളത്. അതായത് സ്റ്റേജ് 1, 2, 3, 4 അപ് ടു ESRD വരെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കോഡുകളുള്ളത്. അപ്പോൾ ഈ പറയുന്ന CKD എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എത്ര കുറയുന്നു അത് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഫിൽട്രേഷൻ റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കണ്ടാൽ മനസ്സിലാവും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് കിഡ്നിയുടെ കണ്ടീഷൻ ഓരോരോ സ്റ്റേജും ഗ്രോത്ത് ആവുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ N18 കാറ്റഗറി കോഡുകളാണ് CKDക്കായിട്ടുള്ളത്. N18. അപ്പോൾ ഇവിടെ കാണാം N18.1 സ്റ്റേജ് 1 ആണ്, N18.2 സ്റ്റേജ് 2 ആണ്, അതുപോലെ N18.5 വരെയും സ്റ്റേജ് 5 തന്നെയാണ് പറയുന്നത്. നമ്മൾ പ്രഷർ അൾസറിൻ്റെ കോഡ് പറഞ്ഞ പോലെ എൻഡ് ചെയ്യുന്നത് അതേ സ്റ്റേജിലാണ്. ഇനി ESRD എന്ന് പറയുന്ന ഒരു സ്റ്റേജിനെ N18.6 എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് കണ്ടുപിടിക്കാൻ പാടില്ല. ഇപ്പോൾ 3 ആണെങ്കിൽ N18.3 റേഞ്ച് ആയിരിക്കും, 2 ആണെങ്കിൽ N18.2 റേഞ്ച് ആയിരിക്കും. അപ്പോൾ N18 കാറ്റഗറി കോഡുകളാണ് എന്ത് നമ്മൾ ഈ പറയുന്ന CKDക്കെന്ന് അറിഞ്ഞു വയ്ക്കാം. പിന്നെ ഇൻ കേസ് സ്റ്റേജ് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ് അൺസ്പെസിഫൈഡ് അല്ലേ. 9ൽ അവസാനിക്കുന്ന N18.9 എന്ന് പറയുന്ന അൺസ്പെസിഫൈഡിൻ്റെ കോഡ് നമുക്ക് കൊടുക്കാം. ഇനി CKD സ്റ്റേജ് 5 ആൻഡ് ക്രോണിക് ഡയാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 5ഉം ഡയാലിസിസിൻ്റെ കോഡുമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക അല്ലേ. അല്ല, നമുക്ക് N18.5 അല്ലെങ്കിൽ CKD സ്റ്റേജ് 5 എന്ന് പറയുന്നതിൻ്റെ ടാബുലാർ ലിസ്റ്റിൽ നോക്കിയാൽ അവിടെ ഒരു എക്സ്ക്ലൂഡ് 1 പറയുന്നുണ്ട്. ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5ഉം റിക്വയറിംഗ് ക്രോണിക് ഡയാലിസിസും ആണെങ്കിൽ പിന്നെ N18.6 ആ കൊടുക്കേണ്ടതെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് 5 ആൻഡ് ക്രോണിക് ഡയാലിസിസ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ N18.5 അല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് CKDക്ക് നിങ്ങൾ N18.6 കൊടുക്കാവുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഡയാലിസിസിൻ്റെ കോഡായി Z99.2 കൊടുക്കാം. എപ്പോഴും ഇമ്പോർട്ടൻ്റ്ലി ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റേജ് 5 പ്ലസ് ക്രോണിക് ഡയാലിസിസ് ആണെങ്കിൽ N18.5 എന്ന് പറയുന്ന സ്റ്റേജ് 5ൻ്റെതല്ല, പകരം N18.6 കൊടുത്തിട്ട് ഡയാലിസിസ് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ യൂസ് അഡീഷണൽ ഞാൻ പറഞ്ഞു N18.6ന് ശേഷമാണ് Z99.2 കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആ N18.6ൻ്റെ അണ്ടറിൽ തന്നെ യൂസ് അഡീഷണൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യൂസ് അഡീഷണൽ എന്താണെന്ന് നമ്മളിതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു പേഷ്യൻറ്റിന് CKDയും ഉണ്ട്, അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നുള്ളൊരു സ്റ്റാറ്റസും ഉണ്ട്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് വന്നു, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിന് എന്ത് വന്നു, CKD വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ CKD എന്ന് പറയുമ്പോൾ നമുക്കറിയാം N18.1 മുതൽ N18.9 വരെയുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി കോഡ് നമ്മൾ കൊടുക്കണം. ഇനി ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് കാണിക്കുന്ന കോഡ് Z94 കാറ്റഗറിയിലാണ് വരുന്നത്. അത് രണ്ടാമതായിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിലും നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചു വെക്കാവുന്ന ഒരു കാര്യം, ഇസഡിൽ തുടങ്ങുന്ന ഏത് സ്റ്റാറ്റസ് കോഡുകൾ എടുത്താലും അത് ഓൾവേസ് സെക്കൻഡറി ആണ്. അപ്പോൾ നമുക്ക് കോമൺലി പഠിച്ചു വയ്ക്കാം, ഏതൊരു ചാപ്റ്ററിൽ എന്തിൻ്റെ കൂടെ ഒരു സ്റ്റാറ്റസ് വന്നാലും അത് സെക്കൻഡറി ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ഇസഡ് സ്റ്റാറ്റസ് കോഡുകൾ ഓൾവേസ് എന്താണ്, സെക്കൻഡറി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ CKD പ്രൈമറി ആയിട്ടും സ്റ്റാറ്റസ് കോഡ് സെക്കൻഡറി ആയിട്ടും കൊടുത്തത്. ഒരു എലിമിനേറ്റ് ചെയ്ത് എങ്ങനെയാണ് എടുക്കാമെന്നാണ് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് എലിമിനേറ്റ് ചെയ്ത് തന്നെ നമുക്ക് മാക്സിമം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് അനീമിയ ഡ്യൂ ടു സ്റ്റേജ് 3 ആണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ട് സ്റ്റേജ് 3 ആണെങ്കിൽ N18.3 എന്ന് പറയുന്നൊരു കോഡല്ലേ വരുള്ളൂ. കാരണം 1 ആണെങ്കിൽ 1ൽ അവസാനിക്കുന്നു, 2 ആണെങ്കിൽ 2ൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്കിവിടെ Cയിലും Dയിലും നോക്കിയാൽ N18 കാറ്റഗറിയിൽ N18.9 അപ്പോൾ 3 എന്ന് പറയുമ്പോൾ നമ്മൾ N18.9 എന്തായാലും ഉപയോഗിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് Cയും Dയും എന്താണ് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആകെ അവിടെ Aയും Bയും മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ Aയിലും Bയിലും കോഡുകൾ ഒന്നാണ്, പക്ഷേ തിരിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ. Aയിലെ ഫസ്റ്റ് കോഡ് Bയിൽ സെക്കൻഡായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രയോറിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഡിൽ പോയി നോക്കും, എന്ത് യൂസ് അഡീഷണലോ കോഡ് ഫസ്റ്റോ ഉണ്ടോ, കാരണം അതായിരിക്കും അവിടുത്തെ പ്രയോറിറ്റി എന്നുള്ളത്. നമ്മൾ D63.1 എന്ന് പറയുന്ന കോഡിൽ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട് കോഡ് ഫസ്റ്റ് ഏത് N18 കാറ്റഗറികൾ ഈ D63.1ൻ്റെ കൂടെ വന്നാൽ കോഡ് ഫസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ N18.3 അല്ലേ പ്രൈമറി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് Aയും എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ B ആണെന്ന് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ഗൈഡ് ലൈൻ ആണ് ഇതിൽ വരുന്നത്, CKD ആൻഡ് ESRD. അപ്പോൾ CKDയും ESRDയും വന്നാൽ കോഡുള്ള ESRD, അതായത് N18.6 എന്നുള്ള ഒരു ഒറ്റ കോഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും ഗൈഡ് ലൈനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. CKD ആൻഡ് ESRD, കോഡുള്ള ESRD, CKD സ്റ്റേജ് 5 ആൻഡ് ക്രോണിക് ഡയാലിസിസ്, സോ N18.6 ഡയാലിസിസിൻ്റെ Z99.2. അപ്പോൾ പിന്നെന്താണ് CKD ആൻഡ് ട്രാൻസ്പ്ലാന്റ് സ്റ്റാറ്റസ്. സോ സ്റ്റാറ്റസ് കോഡുകൾ ഓൾവേസ് സെക്കൻഡറി ആണെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് കോഡ് ചെയ്യാം. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.